ഹലോ വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സ്റ്റീരിയർ കൊണ്ടും ഇന്റീരിയർ കൊണ്ടും ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഈ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നല്ലൊരു ലാൻഡ്സ്കേപ്പിൽ വളരെ മോഡേൺ ആയിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. വീടിന്റെ എൻട്രൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസുകളും ഫാൻസി സ്റ്റോണും ഉപയോഗിച്ചാണ് ഇതിന്റെ പാത്വേ ചെയ്തിരിക്കുന്നത്. വീടിന്റെ രണ്ട് സൈഡിലായിട്ട് കാർ പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റും ഇന്റർലോക്ക് ചെയ്ത ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഒരു മിനിമൽ വീതിയുള്ള സിറ്റ് ഔട്ടാണ് 2300 സ്ക്വയർ ഫീറ്റിലുള്ള ഈ വീടിന് അവർ നൽകിയിരിക്കുന്നത്. ഇനി വീടിന്റെ ഇന്റീരിയർ പോർഷൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഒരു ഫോമൽ ലിവിംഗ് ഏരിയ ആണ് ആദ്യം കയറി വരുന്ന സമയത്ത് തന്നെ നമ്മൾ കാണുന്നത്. ഇവിടെ ആയിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്, മോഡേൺ സ്റ്റൈലിൽ. ഇവിടെ സ്ട്രക്ചറൽ പുട്ടി വർക്കിലാണ് ഇതിൻ്റെ വാള് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഫൗണ്ടൻ സെറ്റ് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം അവരിവിടെ നൽകിയിട്ടുണ്ട്. ഈ വീടിന് 4 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമുകളും അതും അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. നേരെ വരുമ്പോൾ തന്നെ കാണുന്നത് ഒരു പൂജാമുറിയാണ്. പൂജാമുറിയായിട്ട് നമുക്ക് പിന്നീട് മാറ്റാവുന്ന രീതിക്കുള്ള ഒരു ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത്. ഡൈനിങ് സ്പേസിൽ തന്നെ 3 വിൻഡോസ് നൽകിക്കൊണ്ട് ഒരു സ്പേസ് നമ്മൾ അവിടെ നൽകിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. വീടിന്റെ ഇന്റീരിയർ കംപ്ലീറ്റും ഒരു ലൈറ്റ് തീമിൽ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. ഈ ബെഡ്റൂമിന്റെ അകത്ത് തന്നെ ഒരു ചെറിയ പാസേജ് നൽകിയിട്ടാണ് വാഷ്റൂമിലേക്കുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമാണ് താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂം. അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് വാഷ്റൂം നൽകിയിട്ടുണ്ട്. ബെഡ്റൂമിന് നല്ല വെളിച്ചം കിട്ടാനായിട്ട് 2 സൈഡിലായിട്ട് വിൻഡോസും നൽകിയിട്ടുണ്ട്. ബെഡ്റൂമിനും സ്റ്റെയർ കേസിനും ഇടയിലായിട്ടുള്ള ചെറിയൊരു സ്പേസ്, ആ സ്പേസ് ആണ് അവർ വാഷ് ഏരിയയ്ക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനിയാണ് ഈ വീടിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകുന്നത്. അത് ഈ വീടിന്റെ കിച്ചൺ ആണ്. കിച്ചന്റെ ഇന്റീരിയേഴ്സ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ഉള്ള ഒരു കിച്ചൺ ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇതിന്റെ അപ്പർ ക്യാബിനറ്റ് എല്ലാം നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. കിച്ചൺ കൗണ്ടർ ടോപ്പ് നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഗ്രാനൈറ്റിലാണ് നൽകിയിരിക്കുന്നത്. ഇത് കിച്ചന്റെ വാഷ് ഏരിയ വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. ഒരുപാട് എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 3 സൈഡിലായിട്ട് വിൻഡോസ് നൽകിയിട്ടുണ്ട്. കിച്ചൺ കഴിഞ്ഞുള്ള വർക്ക് ഏരിയ ആണ് ഈ കാണുന്നത്. കിച്ചൺ പോലെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കൂടിയാണ് ഇവിടെ. നമുക്ക് സ്റ്റോറേജ് സ്പേസിനായിട്ട് ഇവിടെ 2 കബോർഡ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയയും ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. നല്ലൊരു ഗ്രാനൈറ്റിൽ തന്നെയാണ് ഇതിൻ്റെ കൗണ്ടർ ടോപ്പും നൽകിയിരിക്കുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് താഴത്തെ നിലയിലെ വിശേഷങ്ങൾ. മുകളിലത്തെ 2 ബെഡ്റൂമുകളും ടെറസും ഒന്ന് കണ്ടു നോക്കാം. മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു AC-യുടെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ സ്റ്റോറേജ് യൂണിറ്റുകളെല്ലാം മുകളിൽ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് തിങ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് താൽക്കാലികമായിട്ട് മാത്രമാണ്. ഇനി ഈ ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത് ഒരു വാഷ്റൂമാണ്. അതൊരു കോമൺ ഏരിയയിലാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് കണ്ടു നോക്കാം. ഈ കാണുന്നതാണ് ഈ ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം. ഇവിടെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മുകളിലെ സ്റ്റോറേജ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ വാഷ്റൂം വരുന്നത്. വിശാലമായ ഓപ്പൺ ടെറസാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നല്ല രീതിയിൽ സ്പേസ് മുകളിലും ഫ്രണ്ടിലും സൈഡിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഈ ഒരു ഭാഗം വരെയായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ഭാഗം. അതിനുശേഷം അവർ എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. മുകളിലായിട്ട് ഒരു വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്കാണ്. വെള്ള സൗകര്യത്തിനായിട്ട് ഓപ്പൺ വെല്ലും പൈപ്പ് ലൈൻ സൗകര്യവും നൽകിയിട്ടുണ്ട്. വീടിന്റെ മുൻവശത്തായിട്ട് ഒരു ഔട്ട് ഹൗസ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂം സ്പേസും അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ. കൂടുതൽ ഡീറ്റെയിൽസിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.